എക്കോ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ദ കണ്ട. നിങ്ങൾ സിനിമ കാണാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ചിത്രത്തിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇനി പടം കണ്ട ആളാണെങ്കിൽ സ്പോയിലർ ഫ്രീ ഭാഗത്തിന് ശേഷം നമുക്ക് ഹിഡൻ ഡീറ്റെയിൽസിനെ പറ്റി സംസാരിക്കാം. എക്കോ സിനിമയുടെ ക്ലൈമാക്സ് സീൻ എത്ര പേർക്ക് ശരിക്കും മനസ്സിലായി? കുര്യച്ചന് അവസാനം എന്ത് സംഭവിച്ചു? എക്കോ എന്ന ടൈറ്റിലും കഥയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വീഡിയോയിൽ ആരും ശ്രദ്ധിക്കാത്ത സംവിധായകൻ സൂക്ഷ്മമായി ഒളിപ്പിച്ചു വെച്ച കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം സ്പോയിലർ ഫ്രീ ആയി സംസാരിക്കാം. കുറച്ച് മുന്നോട്ട് പോയാൽ സ്പോയിലർ പാർട്ട് വരുമ്പോൾ പടം കണ്ടവർ മാത്രം വീഡിയോ കാണുക. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഫ്രം മോളിവുഡ്, ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. എന്താണോ പ്രതീക്ഷിച്ചു പോയത് അതിനു മുകളിൽ തന്നെയാണ് സിനിമ. ആ ക്ലൈമാക്സിൽ കിട്ടിയ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കിഷ്കിന്ദ കാണ്ഡത്തിനൊപ്പമോ അതിനു മുകളിലോ നിൽക്കുന്ന സിനിമ. ക്ലൈമാക്സിൽ ഒരു ഗൂസ്ബംബ് മൊമെന്റ് തന്ന് സിനിമ അവസാനിപ്പിച്ചപ്പോൾ നമ്മളോട് അറിയാതെ കൈയടിച്ചു പോകും. എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമ. ബാഹുൽ രമേശ്, ദിൻജിത്ത് അയ്യത്തൻ എന്നടാ പണി വെച്ചിരിക്കുക. ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ പ്രേക്ഷകനെ ഒരു ലേശം പോലും ലാഗ് അടിപ്പിക്കാതെ 2 മണിക്കൂറിൽ തീർത്ത വിസ്മയം. ബാഹുൽ രമേശ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ക്യാമറാമാൻ, ഹാറ്റ്സ് ഓഫ് യു സർ. എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നു? കിഷ്കിന്ദ കാണ്ഡം കണ്ടപ്പോൾ കരുതി ഇതായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് മൂവി എന്ന്. അതേ കൂട്ടുകെട്ടിൽ നിന്നും വീണ്ടും വന്ന് ഞെട്ടിക്കുന്നു. എന്ത് രസമായിരുന്നു ഓരോ സീനുകളും. കണ്ണിന് കുളിർമയേകുന്ന ഓരോ ഫ്രെയിമിലും എടുത്തു വെച്ചിരിക്കുന്ന രീതി, അത് സിറ്റുവേഷൻ അനുസരിച്ച് പ്ലേസ് ചെയ്ത രീതി, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് മൂവി. ദിൻജിത്ത് അയ്യത്തൻ ഡയറക്ടർ. മനോഹരമായ ഒരു ടെറൈനിലെ എന്ത് സൂപ്പറായിട്ടാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. ഓരോ അഭിനേതാക്കളിൽ നിന്നും നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത പെർഫോമൻസ് ആവട്ടെ, കഥ പറച്ചിലിന്റെ ലീനിയർ നോൺ ലീനിയർ വഴികളാവട്ടെ, ഹാറ്റ്സ് ഓഫ് യു സാർ. ബാഹുൽ രമേശ്, ദിൻജിത്ത് അയ്യത്തൻ കൂട്ടുകെട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മോർ എക്സ്പെക്ടേഷൻ ഓൺ നെക്സ്റ്റ് മൂവി, ബട്ട് ഐ നോ യു ഗൈസ് വിൽ ഡെലിവർ മോർ ദാൻ അവർ എക്സ്പെക്ടേഷൻ. BGM കൊണ്ട് മാജിക് കാണിച്ച മുജീം മജീദ് കിഷ്കിന്ദ കാണ്ഡത്തിൽ ചെയ്ത BGMന്റെ ഒരു പടി മുകളിൽ കയറി ചെയ്തു. എഡിറ്റർ സൂരജ്, കൈയടക്കത്തോടു കൂടിയുള്ള എഡിറ്റിംഗ് എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് അഭിനേതാക്കൾ സന്ദീപ്, യുവർ ഗ്രാഫ് ഈസ് ഗോയിങ് എക്സ്പൊണൻഷ്യലി, ബെഞ്ച് മാർക്ക് പെർഫോമൻസ്. ഈ ജനറേഷൻ ആൾക്കാരിൽ നിങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് ഇതെന്ന് തോന്നിപ്പോകുന്നു. വേറൊരാളെ ഈ ക്യാരക്ടർ സങ്കല്പിക്കാൻ പോലും ആവില്ല. ആർക്കും ക്യാരി ചെയ്യാനാവുമെന്ന് ഈ ക്യാരക്ടർ തോന്നുന്നില്ല. നെക്സ്റ്റ് ബിഗ് സ്റ്റാർ മെറ്റീരിയൽ ഫ്രം മോളിവുഡ്. നരേൻ സാർ, താങ്കളെ മലയാളം ഇൻഡസ്ട്രി മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. താങ്കളുടെ ആ നരേഷൻ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചിരുത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിച്ചു. അശോകൻ, വിനീത്, പപ്പു, നരേന്റെ കൂടെ വരുന്ന സഹീർ മുഹമ്മദ്, രഞ്ജിത്ത് ശേഖർ തുടങ്ങി നമുക്ക് സുപരിചിതരായ അഭിനേതാക്കളുടെ വേറിട്ട പ്രകടനം. ആൻഡ് മലേഷ്യക്കാരുടെ റോൾ ചെയ്ത ഈ 3 പേരുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സൗരഭ് സജ്ദേവ, ബിയാന മോമിൻ, സിംസിഫി, ദേ മൂവ് ദ പ്ലോട്ട് അഹെഡ്. ആൻഡ് പേരില്ലാത്ത കുറെ ക്യാരക്ടേഴ്സും. ഈച്ച് ആക്ടേഴ്സ് ഡിഡ് ദർ ബെസ്റ്റ് പെർഫോമൻസ്. ഓൾ ഡിപ്പാർട്ട്മെന്റ് ഡിഡ് ദർ മാക്സിമം ഔട്ട്പുട്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഫ്രം മോളിവുഡ്. ഒരിക്കൽ സിനിമയ്ക്കുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്രേക്ഷകനെ പുറത്തേക്ക് വിടാത്ത അവതരണം. ഓരോ സീനിലും ഒളിപ്പിച്ച് വെച്ച ക്യൂരിയോസിറ്റി, മിസ്റ്ററി. ക്ലൈമാക്സിൽ എത്തുമ്പോൾ അതിന് മുന്നിലെ സീനൊക്കെ കണക്ട് ആവുമ്പോൾ കിട്ടുന്ന ദൃശ്യാനുഭവം. ഓരോ സീനിലും ഓരോ ഡയലോഗിലും ഫീൽ ചെയ്യുന്ന നിഗൂഢത. എ ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ്. ട്രൈ ടു വാച്ച് മൂവി ഇൻ തിയേറ്റർ. ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്നുണ്ട് ഈ മൂവി. സ്പോയിലേഴ്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ തിയേറ്ററിൽ നിന്ന് തന്നെ പടം കാണാൻ ശ്രമിക്കുക. ഇനി മുന്നോട്ട് പറയാൻ പോകുന്നത് സിനിമയുടെ കുറിച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് അനാലിസിസ് ആണ്. സ്പോയിലർ ഉണ്ടാവും. സോ പടം കാണാത്തവർ ഇവിടെ വെച്ച് നിർത്തുക. തിയേറ്ററിൽ പോയി പടം കണ്ട ശേഷം വീണ്ടും കാണുക. അപ്പോൾ നമുക്ക് സ്പോയിലേഴ്സിനെ പറ്റി സംസാരിക്കാം. ദുരൂഹതയിൽ തുടങ്ങി ദുരൂഹതയിൽ തന്നെ അവസാനിക്കുന്ന മാസ്റ്റർ പീസ്. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് എല്ലാവരെയും കുര്യച്ചൻ എന്ന ക്യാരക്ടറിലേക്ക് എത്തിച്ച് കുര്യച്ചന്റെ നിഗൂഢതകളെ പറ്റി പറയുന്ന സിനിമ. കേരള, കർണാടക സംസ്ഥാനങ്ങൾ ഇടകലരുന്ന അതിർത്തി പങ്കിടുന്ന ഒരു മലമ്പ്രദേശത്താണ് കഥ നടക്കുന്നത്. അവിടെ കുര്യച്ചൻ എന്ന വ്യക്തിയുടെ തിരോധാനം അന്വേഷിക്കാനായി പല ഘട്ടങ്ങളിലായി എത്തുന്നവർ. അതിൽ നക്സൽസ് ഉണ്ട്, പോലീസ് ഉണ്ട്, നേവിക്കാരുണ്ട്, കുര്യച്ചൻ ചതിക്കപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരുടെ തിരയലിലൂടെ ഉരുത്തിരിഞ്ഞു പോകുന്ന കുര്യച്ചന്റെ ക്യാരക്ടേഴ്സ് ഭൂതകാലം. ഇതാണ് സിനിമയുടെ പ്ലോട്ട്. പടം ആരംഭിക്കുമ്പോൾ തന്നെ വിനീതിന്റെ ക്യാരക്ടർ കുര്യച്ചന്റെ വലിയ മലമ്പ്രദേശത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അശോകന്റെ ക്യാരക്ടർ വിനീതിന്റെ ക്യാരക്ടറുമായിട്ടുള്ള സംസാരത്തിൽ കൂടെയാണ് പടം ആരംഭിക്കുന്നത്. മുഴുവനായും നിഗൂഢതകൾ ഒളിപ്പിച്ച സംസാരം. ആരെ ക്യാരക്ടറും റൈറ്റും നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ല. കുര്യച്ചനാൽ ചതിക്കപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു വിനീതിൻ്റെത്. സുഹൃത്തായിട്ട് കൂടി ഒരു കേസ് വന്നപ്പോൾ കുര്യച്ചൻ നൈസായിട്ട് കുടുക്കി. അതുപോലെ കുര്യച്ചന്റെ ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടറായിരുന്നു അശോകൻ ചെയ്തത്. അതിനുശേഷം വിനീത കാട്ടിൽ താമസിക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. പടത്തിന്റെ ടൈറ്റിൽ കാണിച്ചതിന് ശേഷം വീണ്ടും കുറെ മുന്നോട്ട് പോയി അശോകൻ, നരേൻ, സന്ദീപ് തുടങ്ങി കാണിക്കുന്ന എല്ലാ ആക്ടേഴ്സിലും നിഗൂഢതകളായിരുന്നു. എല്ലാവരും കുര്യച്ചനെ അന്വേഷിച്ച് നടക്കുന്നു. കുര്യച്ചൻ എന്ത് സംഭവിച്ചു, ആരാണ് കുര്യച്ചൻ, മരിച്ചുപോയെന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഡയറക്ടറിന് സാധിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ പിടിച്ച കാടിന്റെ മുകളിൽ കൊണ്ടിട്ട് പിന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു സ്റ്റോറി പോയിക്കൊണ്ടിരുന്നത്. സന്ദീപ് അവതരിപ്പിച്ച പീയൂഷ് എന്ന ക്യാരക്ടർ മുഴുവൻ നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു. ആദ്യം പാവത്തിനെ പോലെ ഫീൽ ചെയ്യുകയും പിന്നീട് വില്ലനായി തോന്നുകയും പിന്നെയും പാവത്താനെ പോലെ ഫീൽ ചെയ്യുകയും ലാസ്റ്റ് വില്ലനായി തന്നെ അവസാനിക്കുകയും ചെയ്തു. പട്ടികൾ അളക്കുന്ന അളവിൽ മനുഷ്യനെ അളക്കാൻ കഴിയില്ല എന്ന് വിനീത് പടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പട്ടികൾ അളക്കുന്ന അളവില് മനുഷ്യനെ അളക്കാൻ പറ്റില്ല.
കുര്യച്ചൻ്റെ ഭാര്യ മ്ലാച്ചി ചേട്ടത്തി ആദ്യം തൊട്ടേ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ ബോൾഡായിട്ടാണ് കുര്യച്ചൻ്റെ അന്വേഷിച്ച് വരുന്നവരോട് അവർ സംസാരിച്ചിരുന്നത്. എല്ലാത്തിലും അവർക്കൊരു ആൻസർ ഉണ്ടായിരുന്നു, എല്ലാത്തിലും അവർക്കൊരു ന്യായം ഉണ്ടായിരുന്നു. കുര്യച്ചൻ്റെ തിരോധാനത്തിലും അവളുടെ ചെറിയ പ്രായത്തിൽ കുര്യച്ചൻ രക്ഷിച്ചു കൊണ്ടുവരുന്ന പ്രതീതി ഉണ്ടെങ്കിലും അവസാനം അവൾ ഒരു തടങ്കലിൽ നിന്ന് വേറൊരു തടങ്കലിലേക്ക് മാറ്റിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മ്ലാത്തി ചേട്ടത്തിയുടെ ആദ്യ ഭർത്താവ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, പെണ്ണായാലും മൃഗമായാലും അതിന് കൂട്ടിലിട്ട് തന്നെ വളർത്തണം. ആ ഡയലോഗ് കേട്ട് കുര്യച്ചനോട് സിമ്പിൾ തോന്നുന്ന അവൾ ഭർത്താവ് മരിച്ചെന്ന കഥയും വിശ്വസിച്ച് അയാളുടെ കൂടെ കൂടുകയായിരുന്നു. ഒരിക്കലും താൻ പറ്റിക്കപ്പെടുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല, അണ്ടിൽ വിനീത് വെളിപ്പെടുത്തുന്നതുവരെ. ക്ലൈമാക്സ് പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ നായ്ക്കൾക്ക് ഒരിക്കലും തെറ്റിപ്പോകില്ലെന്ന്. മനുഷ്യന് തെറ്റിയാലും നായ്ക്കൾക്ക് ഓപ്പോസിറ്റുള്ളത് ശത്രുവാണോ മിത്രമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ആദ്യം കുര്യച്ചനെ കാണുമ്പോൾ തന്നെ നായ്ക്കൾ കുരയ്ക്കുന്നതും കുര്യച്ചൻ നായ്ക്കളെ കൊല്ലുന്നതും. സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻസ് ബോത്ത് ലുക്ക് ലൈക്ക് സെയിം. രണ്ട് സ്ഥലത്ത് ഈ ഡയലോഗ് പറയുന്നുണ്ട്. ആദ്യം അവളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോഴും രണ്ടാമത് കുര്യച്ചൻ അവളെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കുമ്പോഴും. പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ. അവളുടെ ജീവിതകാലം മുഴുവൻ പ്രൊട്ടക്ഷൻ എന്ന പേരിൽ ഒരു വീട്ടിൽ അടയ്ക്കപ്പെട്ട ക്യാരക്ടറായിരുന്നു. മലേഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നപ്പോഴും ഇതിൽ ചേഞ്ച് വന്നില്ല. പ്രൊട്ടക്ഷൻ എന്ന പേരിൽ അവൾ വീണ്ടും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. ആനിമൽ ഹ്യൂമൻ ബന്ധത്തിനെ കൂടുതൽ ആഴങ്ങളിൽ കാണിക്കാൻ ഡയറക്ടറിന് സാധിക്കുന്നുണ്ട്. മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുസരണമുള്ള ഒരു വിഭാഗം പട്ടികളാണ്. യജമാനൻ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് അവർ. ആ നായ്ക്കൾക്ക് പരിശീലനം കൊടുക്കുന്നത് മ്ലാച്ചി ചേട്ടത്തിയായിരിക്കണം. കുര്യച്ചൻ പലതവണ ഒളിവിലും നാട്ടിലില്ലാത്തതും ഒക്കെ കാരണം ആ പട്ടികൾക്ക് എല്ലാ പരിശീലനം കൊടുത്ത് സെറ്റാക്കിയത് അവളായിരുന്നു. ആ പട്ടികളുടെ പേരൻസിനെ കുര്യച്ചൻ തന്നെയായിരുന്നു കൊല്ലുന്നത്. അവർ തന്നെ ലാസ്റ്റ് കുര്യച്ചനെ ബന്ധനത്തിന് കാരണമായത് ഒരു യാദൃശ്ചികം മാത്രമായിരിക്കില്ല. കുര്യച്ചൻ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഡോഗിനെയും കംപ്ലീറ്റ്ലി ട്രെയിൻ ചെയ്യാൻ എടുക്കാൻ പറ്റില്ല, പക്ഷേ അത് മ്ലാച്ചി ചേച്ചിക്ക് കഴിയുമായിരുന്നു. തന്റെ ഭർത്താവിനെ ജയിലിലാക്കുകയും ഒരാഴ്ച മുഴുവൻ ചതിക്കപ്പെടുകയും ചെയ്ത അവളുടെ റിവെഞ്ച് ആയിരുന്നു നമ്മൾ ക്ലൈമാക്സിൽ കണ്ടത്. കുര്യച്ചനുള്ള സ്ഥലം കൃത്യമായി അവൾക്കറിയാമായിരുന്നു. വിനീത് അന്ന് വന്ന് പഴയ കഥകളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ കുര്യച്ചൻ ഒരിക്കലും മരിച്ചു കാണാൻ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കുര്യച്ചന് ഭക്ഷണം പട്ടി കൊണ്ടു കൊടുക്കുന്നുണ്ടെന്ന് ലാസ്റ്റ് ഒരു സീനിൽ നമുക്ക് മനസ്സിലാക്കാം. സന്ദീപ് ലാസ്റ്റ് വരുമ്പോൾ ഒരു മുളത്തിന്റെ സ്റ്റോറേജിനുള്ളിൽ കുറച്ച് ചോറ് ബാക്കിയുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് സീനിൽ സന്ദീപ് മുറ്റമടിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ ഒരു മുള എടുത്ത് നോക്കി കളയുന്നത് കാണിക്കുന്നുണ്ട്. കുര്യച്ചന് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന രീതിയായിരുന്നു അത് നമുക്ക് അവരുടെ പഴയകാല സീനിൽ നിന്നും മനസ്സിലാക്കാം. അവരുടെ യങ് ഏജിൽ ഹസ്ബൻഡിന് അവൾ ഫുഡ് കൊടുക്കുന്നത് ഈ മുള കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ നായ്ക്കളെ വെച്ച് കുര്യച്ചന് പ്രോപ്പറായിട്ട് ഫുഡ് കൊണ്ടു കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷെ അതൊരിക്കലും സ്നേഹം കൊണ്ടായിരുന്നില്ല. ഒരാഴ്ച മുഴുവൻ ആ വീട്ടിനുള്ളിൽ പറ്റിക്കപ്പെട്ടിരുന്ന അവൾ അതേ രീതിയിൽ തന്നെ കുര്യച്ചനോട് റിവെഞ്ച് ചെയ്യുകയായിരുന്നു. അയാളും അവളെ പോലെ തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ കിടക്കുന്ന ഭക്ഷണവും കഴിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ ട്രാപ്പായി കിടക്കുന്നു. ഒരാജീവനാന്ത ജയിൽവാസം. ഒരു ജയിൽ പോലെ തന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ഭക്ഷണം കഴിച്ച് നരകിച്ചൊരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ജീവിതം അവസാനിപ്പിക്കുക. ഇത് അവളുടെ സ്റ്റോറിയാണ്. കുര്യച്ചനാൽ ചതിക്കപ്പെട്ട അവളുടെ സ്റ്റോറി, അവളുടെ റിവെഞ്ച്. ഇനി നമുക്ക് ടൈറ്റിലിനെ പറ്റി സംസാരിക്കാം. എക്കോ. എന്താണ് എക്കോ? പ്രതിധ്വനി എന്നാണ് ഇതിന്റെ അർത്ഥം. പടത്തിൽ കുര്യച്ചന്റെ ക്യാരക്ടറിനെ തേടിയെത്തുന്ന കുറെ പേരുടെ പെർസ്പെക്റ്റീവിലാണ് സ്റ്റോറി പറയുന്നത്. കുര്യച്ചൻ ആ കാട്ടിലെ തന്നെ ഒരു ഗുഹയിൽ ട്രാപ്പായി കിടക്കുകയായിരുന്നു. പക്ഷേ അതാർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കുര്യച്ചന്റെ ഒരു എക്കോ ആണ് ആ കാട്ടിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും ആ കാട്ടിലെത്തിയൊരു പ്രതീതി നമുക്ക് ആദ്യ സീൻ മുതൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. സോ ആ കാട്ടിൽ മുഴുങ്ങുന്നത് കുര്യച്ചനെ പറ്റിയാണ്. കുര്യച്ചൻ എന്ത് സംഭവിച്ചു, കുര്യച്ചൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളാണ് ആ കാട്ടിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുര്യച്ചന്റെ ക്യാരക്ടറിന്റെ ഒരു എക്കോ ആയിട്ടാണ് ഈ കാട്ടിലെ സംഭവങ്ങൾ നമ്മളെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ എൻ്റെ തോട്ട്സിൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, കുറെ ഡീറ്റെയിൽസ് മിസ്സായിട്ടുണ്ടാവാം. എന്തായാലും ഒരു തവണ കൂടെ പടം കാണണം, ഒന്നുകൂടെ പടത്തിൽ ഇന്നർ ലെയറിലൂടെ യാത്ര ചെയ്യണം. ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് സിനിമ. എക്കോ. ഇനി അടുത്ത രാഹുലിന്റെയും ഡിൻജിത്തിന്റെയും പടം വരുമ്പോൾ നമുക്ക് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് എക്കോ എന്ന് പറയാം. ഈ പ്രാവശ്യം കുറെ അവാർഡ്സുകൾ നേടിക്കൂട്ടാൻ പോകുന്ന സിനിമ. കഴിഞ്ഞ പ്രാവശ്യം താഴെപ്പെട്ട പോലെ ഈ പ്രാവശ്യം ബെസ്റ്റ് റൈറ്റർ അവാർഡ് താഴെപ്പെടാതെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈനിങ് ഓഫ്, ഹേസന.